അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം. ഇക്കാര്യം പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ് ഭരണസമിതിയോട് ആവശ്യപ്പെടാൻ സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിൽ തീരുമാനം. അതേസമയം അസ്കർ അലിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട മുഷാവറയിൽ നടന്ന ചർച്ചയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ബഹാവുദ്ദീൻ നദ്വി. വിവരങ്ങളുമായി അനിൽഖ ചേരുന്നുണ്ട്. അനിൽഖ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിവാദങ്ങൾക്കിടയിൽ 2 മാസങ്ങൾക്ക് ശേഷമാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് വെച്ച് ചേർന്നിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ അധ്യാപകനായിരുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം അസ്കർ അലി ഫൈസിയെ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാമിയ നൂരിയ കോളേജ് ഭരണസമിതി ആവശ്യപ്പെടാനും സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധർ ഈ സമസ്തയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത കേന്ദ്ര മുഷാവറക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമസ്തക്കകത്തെ ലീഗ് അനുകൂലികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ, അതായത് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ നിരവധി കത്തുകളാണ് ഇത്തരത്തിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ ഇത്തരത്തിൽ ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് മുഷാവറയിൽ നടന്ന ചർച്ചയിൽ ഈ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും ഈ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ. വിവരങ്ങൾ നൽകിയത് അനിൽഖ സെയ്ദാണ്.